നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കുഞ്ഞാപ്പ ജയിച്ചു. LDFന് 1 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ. തിരിച്ചടി ആർക്ക്? UDF സ്ഥാനാർത്ഥി വിജയിച്ചു. LDFന് 1 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി. BJP എന്ത് ഉത്തരമാണ് പറയുക? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, CPM നേതാവ് മുഹമ്മദ് റിയാസ്, ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ വെച്ചാണ് ഞാൻ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ വോട്ടുകൾ, അതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നാണ് SDP മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഇത്. അത് തന്നെയാണ് ഞാൻ ആദ്യം അങ്ങയോട് ചോദിക്കുന്നത്. അല്ല, ഈ മുഹമ്മദ് റിയാസ് എന്നാണ് ഈ കണിയാൻ്റെ പണി ആരംഭിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മലപ്പുറത്തെ വോട്ടർമാർ രഹസ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തിയത് മുഹമ്മദ് റിയാസ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ചോദ്യം. പാഴൂർ പടിയിലെ പണി മുഹമ്മദ് റിയാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ മുഖവിലേക്ക് എടുക്കാം. കാര്യം കവടി നിരത്തി കണ്ടുപിടിച്ച് ആർക്ക് വോട്ട് ചെയ്തു എന്ന്. ഇത് രഹസ്യ ബാലറ്റ് പോലെ തന്നെ ഇലക്ട്രോണിക് മെഷീനും രഹസ്യമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, മുഹമ്മദ് റിയാസിനോട് പറയാം, ഞങ്ങൾ SDPയുടെ വോട്ട് ഒരിടത്തും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ ശ്രീ ഉമ്മൻചാണ്ടിയോ ശ്രീ രമേശ് ചെന്നിത്തലയോ ശ്രീ VM സുധീരനോ MMSനോ ആരും ചോദിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയോ KPA മജീദോ ഏതെങ്കിലും ഒരു നേതാവ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SDPയെ സമീപിച്ചിട്ടില്ല. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെ സമീപിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്തവണ വ്യക്തമായൊരു നിലപാടെടുത്തു. പിന്നെ നമുക്കറിയാം 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാം. SDPക്ക് 47,000 വോട്ട് കിട്ടി. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് ഏതാണ്ട് 29,250 വോട്ട് കിട്ടി. 2014 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം 1,94,000-ൽ നിന്ന് 1,18,000 കുറഞ്ഞപ്പോൾ ഈ വെൽഫെയർ പാർട്ടിക്കും അതുപോലെ തന്നെ SDPക്കും കിട്ടിയ വോട്ടുകൾ 20,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. അതിൻ്റെ വ്യക്തമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, നോക്കി പറയണം. അപ്പോൾ അന്ന് ആ വോട്ട് ഇവിടെ പോയി. എന്തായാലും ഞങ്ങൾക്കല്ലല്ലോ കിട്ടിയത്. വെൽഫെയർ പാർട്ടിയുടെ വോട്ടും അതുപോലെ തന്നെ SDPയുടെ വോട്ടും അന്ന് ഞങ്ങൾക്കല്ല കിട്ടിയത്. ഇവിടെ മുഹമ്മദ് റിയാസിനോട് കാര്യം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് PDPയുടെ വോട്ട് വേണ്ട. ശ്രീ പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയൊക്കെ പൊന്നാനിയിൽ ഒരു വേദി പങ്കിട്ടതും അതിനെ തുടർന്നുണ്ടായ കലാപമൊക്കെ മുഹമ്മദ് റിയാസ് മറന്നു കാണത്തില്ല എന്നെ വിശ്വാസം. ആ PDP അന്നും ഇന്നും ഒരു PDP ആണല്ലോ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് PDPയുടെ വോട്ട് വേണ്ട. പക്ഷേ PDPയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഇവർ വേണ്ടെന്ന് പറഞ്ഞു, അവർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിലേക്ക് കുത്തു. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ SDPI എന്ന് പറയുന്ന പാർട്ടി അവർ നിഷ്പക്ഷമായി സ്വതന്ത്രമായി മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞു. ശരി. NSS ഒരു കാര്യം കൂടി, ഡോക്ടർ ലാലെ, NSS പലപ്പോഴും സമദൂര സിദ്ധാന്തത്തിൻ്റെ ആളുകളാണ്. സമദൂരമാണെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാണ്. എപ്പോഴൊക്കെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് കിട്ടുന്നത്. ഇവിടെ വസ്തുനിഷ്ഠമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ SDPയുടെ വോട്ട് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, അവർക്കും കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് പെനട്രേറ്റ് ചെയ്ത് അകത്ത് കടക്കാൻ കഴിയുന്ന റിയാസിനെ പോലെ കഴിവുള്ള ആളുകൾക്കോട്ട് മാത്രമേ. റിയാസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഉണ്ണിത്താനോട് തന്നെ പെട്ടെന്നൊരു ഉത്തരം പറയാമെങ്കിൽ നമുക്ക് അധിക സമയം എടുക്കാനില്ല. ഈ കണക്ക് അങ്ങ് ചോദിച്ചല്ലോ, ഇത് ഏത് ജോത്സ്യനെ കൊണ്ടാണ് അല്ലെങ്കിൽ വാഴൂർപ്പടിയിൽ പോയ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതനുസരിച്ച് ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞ വരുന്ന കണക്കനുസരിച്ച് വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും വോട്ടുകൾ കൂട്ടുമ്പോൾ ഏതാണ്ട് 70,000 ചില്ലറ വോട്ടുകളാണ് വരിക. അത്ര തന്നെയാണ് കൂടുതൽ വോട്ടുകൾ UDFന് കിട്ടിയത് എന്നുള്ളത് ഒരു കണക്കല്ലേ? UDFന് കൂടുതൽ കിട്ടിയത് അങ്ങനെയല്ലല്ലോ. UDFന് 2 തരത്തിൽ വോട്ട് കിട്ടിയതിനെ കുറിച്ച് കണക്കാക്കണം. ഒന്ന്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1,94,000 വോട്ട് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 1,18,000 കുറഞ്ഞു. ആ 1,18,000 കുറയുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തൂത്തുവാരി 91 സീറ്റ് കിട്ടി. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാഫ് താഴോട്ട് വന്നു.
ഈ 1,94,000 വോട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഭരിച്ചത് UP ആണ്, കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോൾ 3 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്, കേരളം ഭരിക്കുന്ന 10 മാസമായി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ യാത്ര ആരംഭിച്ചത് 10 മാസം മുമ്പാണ്. 10 മാസത്തിന് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട്, ആ വോട്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി, ആ വോട്ടിനേക്കാൾ എത്ര കുറവ് മാർക്സിസ്റ്റ് മുന്നണിക്ക് കിട്ടി, അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. ശരി, മുഹമ്മദ് റിയാസ് മറുപടി. ഒന്ന്, UDFന്റെ വിജയത്തെ അംഗീകരിക്കുന്നു, വിജയിച്ച സ്ഥാനാർത്ഥിയെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഓരോ ഗുണപാഠമാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് UDFന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ വിജയത്തെ അവരുടെ പഴയ വിജയങ്ങളുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ വിജയമാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. നമുക്കറിയാം, കേരളത്തിലെ UDFന്റെ ഏറ്റവും സുരക്ഷിത ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ട്രെൻഡ് ഉണ്ടായപ്പോഴും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ആയിരുന്നു ജയിച്ചത്. 100% UDF വിജയം. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതു ട്രെൻഡിനോടൊപ്പം നിൽക്കാത്ത 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതായിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം. അങ്ങനെ പരിശോധിക്കുമ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കണം. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലും കേരളത്തിലും ജനങ്ങൾ വ്യത്യസ്ത മനോഗതിയാൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ലോക്സഭയിൽ ഒന്ന്, നിയമസഭയിൽ വേറെ രീതി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേറെ. അങ്ങനെ നോക്കുമ്പോൾ 2014 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ട് വർദ്ധിച്ചു. 2014 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം 8% അധികം വർദ്ധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് SDPI, വെൽഫെയർ പാർട്ടി എന്നിവരുടെ പിന്തുണ. അതൊക്കെ എല്ലാവർക്കും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാം. SDPI പരസ്യമായി സ്ക്വാഡ് പ്രവർത്തനത്തിന് ഇറങ്ങി, ബോർഡ് വെച്ചു, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് വീടാന്തരം കയറി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ SDPIക്കും വെൽഫെയർ പാർട്ടിക്കും ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണത്തെ വോട്ട്, പിന്നെ പുതിയ വോട്ടർമാർ കൂടിയതിൻ്റെ ആനുപാതിക വോട്ടൊക്കെയായി ഒരു 80-85,000 വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് പൂർണ്ണമായും UDFന്റെ പെട്ടിയിൽ വീണു. എന്നിട്ട് UDFന് ഇത്ര ഭൂരിപക്ഷം കിട്ടിയാൽ മതിയോ? ഈ ചോദ്യം സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് പുതിയ വോട്ടർമാരിലും മതനിരപേക്ഷ വോട്ടർമാരിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായെന്ന് കാണാൻ വേണ്ടി പറ്റും. 2, BJPക്കുണ്ടായ കനത്ത തിരിച്ചടി. തുടർച്ചയായി BJPക്കെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തി. ഡിമോണറ്റൈസേഷന്റെ ഏറ്റവും പ്രയാസമേറിയ കാലത്ത് വകതിരിവില്ലാത്ത തീരുമാനം എന്ന് പറഞ്ഞ് കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ക്യാമ്പയിൻ ഉണ്ട്. UPയിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും മണിപ്പൂരിലും ഗോവയിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ BJPക്കെതിരെ നടത്താൻ മറന്നുപോയത് കേരളത്തിൽ ഞങ്ങൾ നടത്തിയിരുന്നു. കേരളത്തിൽ യഥാർത്ഥത്തിൽ മോഡി സർക്കാരിൻ്റെ ഡിമോണറ്റൈസേഷൻ ശേഷം നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. കനത്ത തിരിച്ചടിയാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കനത്ത തിരിച്ചടി ഇന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം. BJP പിന്തുടരുന്ന സാമ്പത്തിക നയത്തെ അതേപടി അംഗീകരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് തിരുത്തുകയും ആ സാമ്പത്തിക നയത്തെ തള്ളിപ്പറയുകയും ആ സാമ്പത്തിക നയത്തിനെയും അതിന്റെ ഉൽപ്പന്നമായ ഡിമോണറ്റൈസേഷനെതിരെയുമൊക്കെയുള്ള പ്രക്ഷോഭം നയിക്കാൻ കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തയ്യാറാകണം. അത് തയ്യാറായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം പ്രധാനമായും എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം BJPക്ക് ഏറ്റ തിരിച്ചടി. ആ തിരിച്ചടി നമുക്കറിയാം. ഇന്ത്യയിൽ 2 ജില്ലകൾ, കേരളത്തിലെ 2 ജില്ലകളാണ് BJP പ്രധാനമായും ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. ഒന്ന് മാർക്സിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിനും ഒന്ന് മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനും. ആ 2 ജില്ലകൾ ഒന്ന് കണ്ണൂരും ഒന്ന് മലപ്പുറവുമാണ്. മലപ്പുറം മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെ BJP നാട് മുഴുവൻ കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ഇന്ത്യയിലാകെ ക്യാമ്പയിൻ ചെയ്തു. അതിനുള്ള തിരിച്ചടി കൂടി മലപ്പുറത്ത് തന്നെ കിട്ടി. ഇനി കണ്ണൂരും ബാക്കി കേരളത്തിലും തിരിച്ചടി BJP കാത്തു നിൽക്കുന്നേ ഉള്ളൂ. BJPക്കെതിരെ ഞങ്ങൾ ഈ കേരളത്തിൽ തുടർച്ചയായി നടത്തിയ ക്യാമ്പയിനുള്ള അംഗീകാരം കൂടിയാണ് BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ വോട്ടുകൾ കിട്ടിയാൽ പോരാ. മലപ്പുറം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചു എന്ന് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഫലവുമാണ് ഈ നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷവും. അപ്പോൾ ഇത്രയും വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ പോരാ എന്നുള്ളതാണ് വലിയ തിരിച്ചടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ അവകാശപ്പെട്ടതും ഇതല്ലല്ലോ. ഇന്ത്യയിലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കുറവ് ജനസമ്മതിയുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് മലപ്പുറം. ആ മലപ്പുറത്തെ
വോട്ടിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ വേണ്ട കേരളത്തിൽ പുറകിലോട്ട് പോകണമെന്ന് വിലയിരുത്തുന്ന ഒരു വിശകലനം ഏത് തരത്തിലാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന ആളുകൾ ആലോചിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം റിയാസ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. മലപ്പുറം ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ വർഗീയ പ്രചരണമുണ്ട്, കല്ലുവച്ച നുണകളുണ്ട്. അത് മതമൗലികവാദ ശക്തികളുടെ ഏകീകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് മലപ്പുറത്ത്. അത് ലീഗിന് അനുകൂലമായ ഒരു വിജയം സമ്മാനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ കൂടുതൽ പഠനത്തിൻ്റെ ആവശ്യം എന്താ? ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി 75% അതേ മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവർ ഭൂരിപക്ഷമുണ്ടാക്കി ജയിച്ചു എന്ന് പറയുമ്പോൾ ഇത് മതേതരത്വത്തിൻ്റെ വിജയമാണെന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ആ രീതിയിൽ ഒരു വിലയിരുത്തലിനും ശരിയല്ല. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡീമോണിറ്റൈസേഷനെതിരെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. പശ്ചിമ ബംഗാളിലെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. 4 സ്ഥാനമാണ് CPM പോയത്. ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നടന്ന പ്രാദേശിക തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടേതായ ഒരു പോർഷൻ കഴിഞ്ഞ ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ തളർന്നിട്ടില്ല, ഞങ്ങളെ വോട്ടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണമുണ്ട്. പിന്നെ CPMന് കുറച്ച് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു അമിതമായി തീവ്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീൽഡായി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായി CPMന് ഉപയോഗിക്കുന്നുണ്ട്. അവർ കുറച്ച് വോട്ട് CPMന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ എന്ത് നേട്ടമാണ് CPMന് ഉണ്ടായിട്ടുള്ളത്? CPMന് നേട്ടമുണ്ടാക്കിയ ഒരു വിജയം വേണം. ഇനിയിപ്പോൾ ഫൈസലായാലും ശ്രീപ്രകാശ് ആയാലും ഇനി 2ാം സ്ഥാനം ഒന്നും അല്ലെങ്കിൽ 3ാം സ്ഥാനത്ത് പറഞ്ഞ് പാർലമെന്റിൽ വിളിക്കില്ലല്ലോ. വിളിക്കുന്നത് ജയിച്ച സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ട് 10 മാസക്കാലത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടി പുറകിലോട്ട് പോയി? കാരണം അവർക്കറിയാം. റൈറ്റ്, അതിലേക്ക് തിരിച്ചു വരാം. BJPയുടെ നേട്ടം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചത്. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കോൺഗ്രസ് നേടിയ UDF നേടിയ, കോൺഗ്രസ് ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് KM മാണി പോലും ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടു. അതുകൊണ്ടാണ് അത് ഞാൻ വരാം. ഞാൻ ശ്രീ UDF നേടിയ ഈ വിജയത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, നേരത്തെ റിയാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ. പക്ഷേ അവർക്ക് ഈ ഭൂരിപക്ഷം മതിയോ എന്നുള്ളത്, ഈ അഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്, സഹതാപ തരംഗം പോലും ഉണ്ടാകേണ്ടതാണ്. ആ നിലയ്ക്ക് അവിടെ ഒരു വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചവരുണ്ട്. 2.5 ലക്ഷം ഭൂരിപക്ഷം വരെ പോകേണ്ടതാണ് എന്നുള്ളതാണ് തുടക്കത്തിലെ ട്രെൻഡ് കണ്ടപ്പോൾ പോലും പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്, BJPക്ക് ഉണ്ടായ ഈ തിരിച്ചടി, ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇത് രണ്ടും. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ വലിയ തർക്കത്തിലായിരുന്നു റിയാസും നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ. ഇവിടെ മലബാറിലെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടൊക്കെ പാർട്ടികളായിട്ടൊക്കെ വലിയ സൗഹാർദ്ദം പങ്കിടുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാനതിലൊരു മധ്യസ്ഥം പറയാം. SDPIയിലെ ഭൂരിപക്ഷം ആൾക്കാരും UDFനാണ് വോട്ട് ചെയ്തത്. അത് ഞാനെങ്ങനെ കണ്ടുപിടിച്ചു വെച്ചാൽ അതൊന്നും ചോദിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ ചോദ്യം ഇത് വരുന്നത്, അതേസമയം വെൽഫെയർ പാർട്ടി ലീഗ് വിരുദ്ധമായിട്ടൊരു കക്ഷിയാണ്. ആ വെൽഫെയർ പാർട്ടിയുടെ അതിപക്ഷം ആൾക്കാരും LDFനായിരിക്കാം വോട്ട് ചെയ്ത്. ഇങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. ഇനി താങ്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഭൂരിപക്ഷത്തെ പറ്റി, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ അനുസരിച്ചിട്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തവണ കൂടിയ സ്ഥിതിക്ക് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഈ അഹമ്മദിൻ്റെ ഭൂരിപക്ഷത്തിൽ എത്തണമെന്ന് വെച്ചാൽ 2,20,000-ലധികം വോട്ടിലെത്തണം. കറക്റ്റ് ഫിഗറൊക്കെ ഉണ്ണിത്താൻ എന്നെക്കാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? എത്തും. അത് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം PK കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപ്രഭാവം അവിടെ ഉണ്ട്, ഒരു സംശയവുമില്ല. പക്ഷെ അപ്പുറത്ത് അന്ന് PK സൈനബ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. സൈനബയേക്കാൾ ഭേദപ്പെട്ട ഒരു കാൻഡിഡേറ്റാണ് ഫൈസൽ എന്നുള്ളത്. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി. ഭാരതീയ ജനതാ പാർട്ടി അത്ര പത്മകുമാർ പറയണത് ശരിയല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 65-70% മാത്രമേ ഈ നിയോജകമണ്ഡലത്തിൽ മുസ്ലിമുകളുള്ളൂ. അല്ലാതെ മുസ്ലിമുകൾ വൻപിച്ച് 75%-80% ഉള്ള ഒരു നിയോജകമണ്ഡലമല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ വളരെ കുറവാണെന്നും മറ്റൊരു പത്മകുമാർ പറയുന്നതിനോട് ഞാൻ തിരിച്ചു യോജിക്കുകയും ചെയ്യാം. അതായത് സ്വത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നതാണ് എന്ന് പറയാൻ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് സ്വത്വ രാഷ്ട്രീയമാണ്. അപ്പൊ സ്വത്വ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, ഈ വർഗീയ രാഷ്ട്രീയം വേറൊരു ഭാഗത്ത്, സൈദ്ധാന്തിക രാഷ്ട്രീയം LDFന്റെ സൈദ്ധാന്തിക രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമാണ്.
ഇത് മൂന്നും കൂടെ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് LDFന് വീണ്ടും ബലികേറാമലയായിട്ട് കിടക്കുന്നത് സ്വത്ത് രാഷ്ട്രീയമാണ്. ഈ സ്വത്ത് രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും അവർക്ക് ഭീഷണിയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിൽ ഏറ്റിട്ടുള്ള വലിയ തിരിച്ചടി, അതായത് കെട്ടിവെച്ച കാശ് പോകേണ്ടതായിട്ട് ഇടതുപക്ഷത്തിന് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേറ്റിട്ടുള്ള തിരിച്ചടികൾ മുൻകാലങ്ങളിൽ, ബീഹാറിലേറ്റിട്ടുള്ള തിരിച്ചടികളൊക്കെ സ്വത്ത് രാഷ്ട്രീയത്തിനെതിരായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈദ്ധാന്തിക രാഷ്ട്രം ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന തകരാറാണ്. അപ്പൊ ഇവിടെയും വീണ്ടും സംഭവിച്ചിരിക്കുന്ന എന്താണ്, സ്വത്ത് രാഷ്ട്രീയത്തിനെതിരായിട്ട് CPM-ന്റെ പൊളിറ്റിക്സ് ഏറ്റുമുട്ടുമ്പോൾ പരാജയപ്പെടുന്നു. അത്രേ ഉള്ളൂ. ശരി, ശ്രീ രാജമോഹൻ, ഇപ്പോൾ റിയാസിന് ഉടനെ പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പെട്ടെന്ന് ചോദിക്കേണ്ടതുള്ളതുകൊണ്ട് സമയം കുറച്ചെടുത്ത് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ റിയാസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പലർക്കും വോട്ടുകൾ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. ഫസൽ ഗഫൂർ ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കാണ് കൂടുതൽ SDPI വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകുക. അത് ഒരു ഭാഗത്ത്. ഈ BJP-യെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നതിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ CPM ഇവിടെ എടുത്ത ഒരു മാതൃക എടുക്കാമായിരുന്നില്ലേ എന്നുകൂടി ചോദിക്കുന്നുണ്ട് റിയാസ്. ഞാൻ റിയാസുമായിട്ടൊരു ചോദ്യോത്തര പങ്ക്തിയിൽ പങ്കെടുക്കാനല്ല ഇവിടെ വന്നത്. ഞാൻ ഇന്ന് മലപ്പുറത്തെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നത്. ഞങ്ങൾ തമ്മിലൊരു കിസ് പ്രോഗ്രാം പിന്നൊരിക്കലാവാം. കാരണം അദ്ദേഹം ചോദ്യം ചോദിക്കുക, ഞാൻ ഉത്തരം പറയുക, അതിനല്ലല്ലോ നമ്മളിവിടെ വന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. പൊട്ടക്കുളത്തിൽ പൊളവൻ ഫണീന്ദ്രൻ, തട്ടിൻ പുറത്തെലി സാർവഭൗമൻ, കാട്ടാളനിൽ കാപ്പിരി കാമദേവൻ, കേട്ടിയിലോ ഈ റിയാസിൻ്റെ കിഞ്ചന വർത്തമാനം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഇന്ത്യയിൽ 29 സംസ്ഥാനമുണ്ട്. ആ 29 സംസ്ഥാനത്തിൽ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു പാർട്ടി. അതിൽ ബംഗാളിൽ ആ പാർട്ടി ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഈ 2 സ്റ്റേറ്റുകൾ നിൽക്കുന്ന ഈ പാർട്ടി ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരുള്ള ഇന്ത്യ ഭരിക്കുന്ന BJP-യെ എങ്ങനെ തകർക്കുമെന്നാണ് പറയുന്നത്? അവരെ അധികാരത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്? അപ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യ ശക്തികളുടെ, മതേതര ശക്തികളുടെ ഒരു മഹാസഖ്യം വേണം. ആ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഖ്യത്തെ അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കുത്തക ഇവർ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ മലപ്പുറം തെരഞ്ഞെടുപ്പോടുകൂടി ആ കുത്തക ഇവർക്കില്ലെന്നും BJP വിരുദ്ധ വോട്ടുകൾ ഇവർക്ക് മാത്രം അവകാശപ്പെട്ടാണെന്നുള്ള ധാരണയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു. ഞാൻ BJP-യെ കുറിച്ചൊരു ചർച്ചയിലേക്ക് പിന്നെ വരാം. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര നാണം കെട്ട പ്രവർത്തനമാണ് ഈ പീപ്പിൾ ചാനലും ദേശാഭിമാനി നടത്തിയത്. നിങ്ങളല്ലേ പറഞ്ഞത് മലപ്പുറത്ത് കൊലീബി സഖ്യമാണെന്ന്? നിങ്ങളുടെ പത്രം ദേശാഭിമാനി എന്താ പറഞ്ഞത്? PJ കുര്യൻ BJP പോകാൻ പോകുന്നു, VD സതീശൻ ഇടപെട്ട് തിരുത്തിക്കോട്ടെ. പീപ്പിൾ ചാനൽ മറ്റുള്ള ആളുകൾ ചെയ്യുകയായിരുന്നു. ഞാൻ കൊലീബി സഖ്യം മലപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്നു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായത്. അപ്പൊ കൊലീബി ഇല്ലേ? ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ അടിയുറച്ചു വെക്കുക. ഒന്നുകിൽ UDF കൊലീബി സഖ്യം, കുര്യൻ BJP പോന്നു, VD സതീശൻ BJP പോന്നു, K സുധാകരൻ BJP പോന്നു. എത്ര നാണം കെട്ട വർത്തമാനമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ. ഇവരെന്താ കോടിയേരി ബാലകൃഷ്ണനും ദേശാഭിമാനിയും ഒക്കെ BJP-യിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണോ? ഇവർക്ക് എന്നാ ഈ റിക്രൂട്ടിംഗ് പണി കിട്ടിയത്? എന്ത് പണിയാണ് ഇവർക്കുള്ളത്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ട് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓരോരുത്തർ. PJ കുര്യൻ, സീതാറാം യെച്ചൂരി പാർലമെന്റിൽ ചെന്ന് കുര്യനെ കണ്ട് ക്ഷമാപണം നടത്തി. പത്രത്തിൽ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും CPM-ഓ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമോ ഇത് പറഞ്ഞതുകൊണ്ട് BJP-യിലേക്ക് ഇവർ പോകണം എന്നില്ലല്ലോ. അതല്ലല്ലോ പാർട്ടിയുടെ ഉത്തരവ്. ഇപ്പൊ നാളെ ഇപ്പോ രാഹുൽ ഗാന്ധി BJP പോകുന്നു പറഞ്ഞാൽ തോന്നിയാസല്ലേ പറയുന്നേ? കുര്യൻ ആരാ? കുര്യന്റെ അടുത്ത് എന്തിനാ പിന്നെ സീതാറാം യെച്ചൂരി പോയി ക്ഷമ ചോദിച്ചെന്തിനാ? പത്രത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞെന്തിനാ? എന്നാ പിന്നെ അത് അടിയുറച്ചു നിൽക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ ന്യൂനപക്ഷ പ്രീണനവർ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചെന്ന് വെച്ചാൽ ഇന്ത്യയിൽ BJP-യെ തകർക്കണമെങ്കിൽ ഒരു ജനാധിപത്യ മതേതര സഖ്യം വേണം. ആ സഖ്യത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവർ വിചാരിച്ച BJP. ശ്രീ റിയാസ്, എന്തായാലും താങ്കളുമായിട്ട് ഒരു ക്വിസ് പരിപാടിക്ക് ഉണ്ണിത്താൻ തയ്യാറല്ല. ഒരു അക്ഷര ശ്ലോകത്തിന് തയ്യാറുണ്ടോ എന്നൊരു ചോദിക്കുന്ന പോലെയാണെങ്കിൽ ചോദ്യം കേട്ടപ്പോൾ തോന്നിയത് ആദ്യം തുടക്കത്തിൽ. അല്ല, ഒന്നുമില്ല. ഒന്ന് സീതാറാം യെച്ചൂരി മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു രാജ്യസഭയിൽ എത്താൻ വൈകിയ എന്തെങ്കിലും മാപ്പ് പറഞ്ഞിരിക്കും. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ അതെ അതെ. അപ്പൊ 8% വോട്ട് മലപ്പുറം മണ്ഡലത്തിൽ വർദ്ധിച്ചു. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ 8% വോട്ട് LDF-ന് വർദ്ധിച്ചാൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ
കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെടുത്ത് ജയിക്കാൻ പറ്റും. ഞാൻ 7 ലോക്സഭാ മണ്ഡലം പേര് ഇപ്പോൾ സമയക്കുറവലും പറയുന്നില്ല. കോഴിക്കോട്, വടകര, അടൂർ, ആലപ്പുഴ, കൊല്ലം, മാവേലിക്കര ഉൾപ്പെടെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2014 ഇലക്ഷനിൽ CPIM-ന് ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ അധികം 8% വോട്ട് കൂടിയാൽ സുന്ദരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിക്കും. അപ്പോൾ 8% വോട്ട് വർദ്ധിച്ചതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. 2, ഒരു സെക്യുലർ കൺസോൾട്ടേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ദേശീയ മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിലെ സെക്യുലർ വോട്ടർമാർ വലിയൊരു വിഭാഗം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതെ 1,00,000 വോട്ട് ഞങ്ങൾക്ക് വർദ്ധിക്കില്ല. അതിന് ഞാൻ അവരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, കൈരളിയോ ദേശാഭിമാനിയോ കോടിയേരി ബാലകൃഷ്ണനോ പറയുന്നതല്ലോ. ഉത്തർപ്രദേശിൽ നിങ്ങളുടെ അവസാന മുഖ്യമന്ത്രി ജഗദാംബിക പാൽ 1998, ഇന്ന് അദ്ദേഹം BJP-യുടെ പാർലമെന്റേറിയനാണ്. ഉത്തർപ്രദേശിലെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് റീത്ത ബഹുഗുണയുടെ മകളാ ഇന്ന് ഈ മന്ത്രിസഭയിലെ ഉത്തർപ്രദേശ് മന്ത്രിസഭയിലെ അംഗമാണ്, BJP അംഗമാണ്. മണിപ്പൂരിലെ BJP മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു. ഉത്തരാഖണ്ഡിലെ BJP-യുടെ 57 MLA-മാരിൽ 11 MLA-മാർ 8 മാസം ബസ്സിൽ കോൺഗ്രസ്സുകാരാ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ അവിടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു. ഉത്തരാഖണ്ഡിലെ മന്ത്രിസഭയിലെ 5 BJP മന്ത്രിമാർ 4 മാസം മുമ്പ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരായിരുന്നു. SM കൃഷ്ണയുടെ പേര് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മറന്നുപോയാലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ദേശാഭിമാനിയോ കൈരളിയോ ഡോക്ടർ ലാലോ സഖാവ് കോടിയേരി ബാലകൃഷ്ണനോ അല്ല ഇവരെയൊക്കെ പിടിച്ച് BJP ആക്കിയത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ എണീറ്റാൽ BJP ആകുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അത് നാളെ കേരളത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വരണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, വരാതിരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിച്ചു. പക്ഷേ ഈ വിജയത്തിൽ ഉൾപ്പെടെ നിങ്ങൾ പഠിക്കേണ്ട പാഠമുണ്ട്. BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, യു പിയിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഡിമോണറ്റൈസേഷനെതിരെ ഒരു ചെറിയ പ്രകടനം പോലും നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് അവിടെ ചർച്ച ചെയ്യപ്പെടും? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയം നന്നായി ചർച്ച ചെയ്യപ്പെട്ടതിന്റെ പ്രതിഫലനം കൂടിയാണ് BJP-ക്ക് ഏറ്റ തിരിച്ചടി. ഇത് കേരളത്തിൽ മൊത്തമുള്ളൊരു ട്രെൻഡാണ്, കേരളത്തിൽ മൊത്തം കാണാവുന്ന ട്രെൻഡാണ്, അല്ലാതെ മലപ്പുറത്ത് മാത്രമല്ല. ഈ ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഒരു തർക്കം വേണ്ടതില്ല. ഈ 8% വർധനവ് അടുത്ത തെരഞ്ഞെടുപ്പിലും വന്നാൽ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ കേരളത്തിൽ ഇടത് തരംഗം ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ ഒരു മിനിറ്റ് കൂടി തുടരണം. ഉണ്ണിത്താന് താങ്കളോട് എന്തോ ചോദിക്കാനുണ്ട്. റിയാസെ, നമ്മുടെ നന്ദിഗ്രാമിന്റെ ആസൂത്രണകായ ലക്ഷ്മൺ സേത്തെ 10 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് അംഗം, 8 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ BJP-യിൽ അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? 10 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്ന ലക്ഷ്മൺ സേത്തെ. ഇനിയൊക്കെ പോട്ടെ, EMS-ന്റെ സമകാലികനായിരുന്ന ഒരു സൈദ്ധാന്തികനായ VT ഇന്ദുചൂഡൻ, അദ്ദേഹം ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം BJP-യിലാ, അങ്ങ് അറിഞ്ഞോ? അതുപോട്ടെ, CK പത്മനാഭൻ, ഒരു മിനിറ്റ്, CK പത്മനാഭൻ അദ്ദേഹം ആരാ? DYFI നേതാവ്, മാർക്സിസ്റ്റ് നേതാവ്. CK പത്മനാഭൻ ഇപ്പൊ എവിടെയാ? മാർക്സിസ്റ്റ് പാർട്ടി. BK ശേഖർ SFI നേതാവ്, DYFI നേതാവ്. അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹം BJP-യിലാ. മരിക്കുമ്പോ മത്സരമല്ലല്ലോ. നിങ്ങള് ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ മറുപടി പറ. ലക്ഷ്മൺ സേത്തെ 10 വർഷക്കാലം MP, അദ്ദേഹം നന്ദിഗ്രാമിന്റെ ആസൂത്രകൻ. മറുപടി ഞാൻ പറയാം. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിച്ച കേട്ടു. നിങ്ങൾ ചോദിച്ച കേട്ടു. ഒന്ന് CK പത്മനാഭൻ, നിങ്ങൾ പറഞ്ഞ CK പത്മനാഭനും മറ്റേ CK പത്മനാഭൻ 2 ഒന്ന് CKP പത്മനാഭനാണ്. 2 BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന CK പത്മനാഭൻ, DYFI നേതാവ്, ഞാൻ പറഞ്ഞത് KSYF-ന്റെ നേതാവ്, അതായത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന CK പത്മനാഭൻ, നിങ്ങളുടെ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ നേതാവ്. ഒരു കാര്യം പറയാനുള്ളൂ, ഈ കോൺഗ്രസിലുള്ള ആളുകളും ഇങ്ങനെ CPI-യിലുള്ള ആളും BJP വരുന്നത് വലിയൊരു നല്ല കാര്യമല്ലേ? ഇത്രയും നല്ലൊരു പുതിയ പേരുണ്ട്, പുതിയ അറിവാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാറുന്നതിന് നിങ്ങൾ ന്യായീകരിക്കുന്നത് ശരിയാണ്. ആ മാറിയത് നിങ്ങൾക്ക് അകത്തുള്ള രാഷ്ട്രീയ പോരായ്മയാണെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. 10 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ, റിയാസ് മറുപടി പറയട്ടെ. ആന്റണി പറഞ്ഞിട്ടില്ലേ അതിലും വലുതുണ്ടോ? ആന്റണി പറഞ്ഞിട്ടില്ലേ രാവിലെ കോൺഗ്രസ് ആവുന്നു രാത്രി RSS ആവുന്നു?
AK ആന്റണി പറഞ്ഞതിന്റെ അപ്പുറത്തുണ്ടോ? രാവിലെ കോൺഗ്രസ് ആകുന്നവർ രാത്രി RSS ആകുമെന്ന് പറഞ്ഞത് AK ആന്റണിയല്ലേ? മാർക്സിസ്റ്റുകാർ ദുർവ്യാഖ്യാനം ചെയ്തു, ആന്റണി അതിന് മറുപടി മലപ്പുറത്ത് പറഞ്ഞു. അത് വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. CPIM-ന്റെ നേതാക്കന്മാർ AK ആന്റണി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തു, അതിന് മറുപടി. ഒരു മിനിറ്റ് AK ആന്റണി പറഞ്ഞു പഠിപ്പിക്കേ. ശ്രീ റിയാസ് എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ണിത്താന്റെ മറുപടി ശ്രീ റിയാസ് ഒറ്റ വാക്കിൽ താങ്കൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഈ ചർച്ച ഉണ്ണിത്താൻ ഇപ്പോൾ പറയുന്നത് ഈ കുറെ ആളുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങൾ കുറെ ആളുകളുടെ പേര് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ഇങ്ങനെ പോകുന്ന ഒരു സാധാരണ കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയുന്നതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് ഇപ്പോൾ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊക്കെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ദേശീയ നേതാവ് ശ്രീ AK ആന്റണിയാണ്. അല്ല, ആദ്യം സീതാറാം യെച്ചൂരിയെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ AK ആന്റണിയെ പഠിപ്പിക്കാം. ആദ്യം മുഹമ്മദ് റിയാസ് പോയി സീതാറാം യെച്ചൂരിയെ പഠിപ്പിക്കാം. എന്തായാലും മുഹമ്മദ് റിയാസ് ആന്റണിയെ പഠിപ്പിക്കാൻ എന്തായാലും മുഹമ്മദ് റിയാസ് വരണ്ട, അതിന് വളർന്നിട്ടില്ല. നിങ്ങൾ ആദ്യം പോയി മറുപടി പറയട്ടെ ശ്രീ. അല്ലെ, യെച്ചൂരിയെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. AK ആന്റണിയെ തൊട്ടൊന്നും കളിക്കണ്ട. ആരായാലും പാടില്ല, ആരായാലും പാടില്ല. തെറ്റായി വ്യാഖ്യാനം ചെയ്തു. പറയട്ടെ, റിയാസിന് പറയാനുള്ള പറയട്ടെ. അവർ പറഞ്ഞത് കേട്ടാണ് ഇപ്പോൾ ഇത്രയും അധികം വോട്ടുകൾ അവിടെ ആർക്കായാലും കിട്ടിയത്. റിയാസ് ഇപ്പോൾ എന്ത് പറയുന്നു അത് കേൾക്കട്ടെ. ശ്രീ AK ആന്റണിയെ പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കുമെന്നല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് പഠിപ്പിക്കണം, സ്വന്തം പാർട്ടിക്ക് ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ വല്ല ഗുണമുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ JR പത്മകുമാർ, ഇപ്പൊ BJP ഒഡീസയിൽ ചർച്ച ചെയ്തതായി നമ്മൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ കണ്ടതും കഴിഞ്ഞ ദിവസം അത് ചർച്ചയായതുമാണ്. 10 പാർലമെന്റ് മണ്ഡലങ്ങളാണ് കേരളത്തിൽ നിന്ന് പിടിക്കാൻ നോക്കി വെച്ചിരിക്കുന്നത്. കേരളമാണ് ഇനി അടുത്ത എല്ലാം, കേരളവും ത്രിപുരയും എല്ലാം നേടിയേ അടങ്ങൂ എന്ന രീതിയിൽ അമിത്ഷാ പുതിയ തന്ത്രങ്ങളുമായി വരാൻ പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇതാ മലപ്പുറത്ത് നിന്ന് നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുന്നത്. പുറകോട്ട് പോയിരിക്കുന്നു വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ. ചില്ലറ വോട്ടുകൾ കൂടിയിരിക്കുന്നു. 6 ഇരട്ടി വോട്ട് നേടുമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും ഒരു 1.5 ലക്ഷമെങ്കിലും വോട്ടും കിട്ടുമെന്നാണ് പല നിരീക്ഷകരും പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ. അതൊക്കെ തറപറ്റിയില്ലേ? അല്ല, അതിൽ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അല്ലാതെ നിങ്ങൾ പറഞ്ഞു 10 അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള ഇതാണ്. യഥാർത്ഥത്തിൽ 11 നമ്മൾ ഉദ്ദേശിച്ചത്. അതിലെന്തായാലും മലപ്പുറം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാവുമല്ലോ. ബാക്കി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മലപ്പുറം ഇല്ലാതെ പോകുന്നത്? നേരത്തെ അല്ല, അതെൻ്റെ ചോദ്യമാണ്. ശ്രീ പത്മകുമാർ നേരത്തെ പറഞ്ഞു ഇത് മലപ്പുറം എല്ലാ മണ്ഡലം പോലെ അല്ലല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് പരിമിതി ഉള്ളത് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പരിമിതിയാണ് നിങ്ങൾക്ക് മലപ്പുറത്തുള്ളത്? എല്ലാ മണ്ഡലത്തിലും നിങ്ങൾ ഇങ്ങനെയാണല്ലോ വളർന്നു വരേണ്ടത്. അല്ല, അങ്ങനെ ഞങ്ങളെ വളർത്തണം എന്ന് മലപ്പുറത്ത് ഞങ്ങളെ വളർത്തണമെന്നല്ല ആഗ്രഹമുള്ള വലിയ നല്ല അല്ല. ആ പരിമിതി എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾക്ക് മലപ്പുറത്തെ പരിമിതി എന്താണ്? ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, അവിടുത്തെ നിങ്ങൾക്ക് ബാക്കി 13 ജില്ലകളിലും കേരളത്തിലുള്ള അതേ ഒരു സംഘടനാ രീതി തന്നെയല്ലേ മലപ്പുറത്തും ഉള്ളത്. എന്നിട്ടും മലപ്പുറത്തെ പരിമിതി എന്താണ് നിങ്ങൾക്ക്? അല്ല, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ അറിയില്ല, അതുകൊണ്ടാണ് എനിക്കറിയില്ല. അല്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയണം, ഒരു പ്രത്യേക വിഭാഗം അവിടെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കടന്നു കയറാൻ പറ്റില്ല എന്നുള്ളത്. അതാണോ? ഞാനത് വിചാരിച്ചിട്ടില്ല. അതാണോ പ്രശ്നം? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ലേ, ഞങ്ങൾ ഈ എപ്പോഴും ചില മേഖലകളിൽ ഇങ്ങനെ ഈ നേരത്തെ ഫസൽ കപൂർ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വത്വവാദം BJP പറയണമെങ്കിൽ അത് വർഗീയമാവും, വേറെ മുസ്ലിം ലീഗ് പറയുമ്പോൾ അത് സ്വത്വവാദവും, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒരുപാട് എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഞങ്ങളാണ് ലീഗിൻ്റെ ഈ മതരാഷ്ട്രീയത്തിന് എതിരായി നിന്നിട്ടുള്ളത്. അത് എപ്പോഴും ലീഗിൻ്റെ നിലപാടുകൾക്ക് വിയോജിപ്പായി നിലപാടെടുത്തിട്ടുള്ളത് ഞങ്ങളാണ്. വോട്ട് രാഷ്ട്രീയം വെച്ചുകൊണ്ട് പലപ്പോഴും അവരുടെ ലീഗിൻ്റെ തെറ്റായ നിലപാടുകളെ എതിർക്കാൻ പലപ്പോഴും ഈ മതേതരത്വ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ മുന്നോട്ട് വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ തെറ്റിദ്ധരിക്കപ്പെടും. നിങ്ങൾ എന്താണ് ഈ ലീഗിന്റെ രാഷ്ട്രീയത്തിനെ എതിർത്ത് വന്നത്? ഈ ബീഫിന്റെ കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണോ? മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളും ഗോവധത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണോ നിങ്ങൾ ലീഗിനെതിരായിട്ട് നിങ്ങൾ പറയുന്ന വാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളായി പറയുന്നത്? എന്താണ് മനസ്സിലായിട്ടില്ല? അത് മനസ്സിലാക്കാം. നിങ്ങൾ സമയം തന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ലീഗ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഭരണത്തിലിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും പൊതുവായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ലീഗ് എടുത്ത നിലപാടുകൾ നിങ്ങളൊന്ന് പറയാം. അത് മന്ത്രിക്ക് താമസിക്കാനുള്ള വീടുണ്ടാക്കി,
ആ വീടിൻ്റെ ജാതി നോക്കിയൊരു മന്ത്രി, അത് മതേതരത്വമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങളത് എതിർക്കും. അതേപോലെ ഇത് നിങ്ങൾ മാത്രമല്ല, എല്ലാവരും എതിർത്തു. കോൺഗ്രസ് പോലും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പോലും എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കാര്യമല്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റും. അന്ന് കോൺഗ്രസ് ഒന്നും എതിർത്തിട്ടില്ല. ജില്ലാ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി 14-ൽ 13 ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം നിശ്ചയിച്ചു. പേഴ്സണൽ സ്റ്റാഫുകളെ നിശ്ചയിച്ചു. മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഏറ്റവും 2 ഉദാഹരണം ഞങ്ങൾ പറയാം. അത് ലീഗിന്റെ നിലപാട് ഞങ്ങൾ എതിർത്തു. തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ്, അദ്ദേഹത്തിന് ഒരു സ്മാരകം, അദ്ദേഹത്തിൻ്റെ പ്രതിമ വയ്ക്കണമെന്ന് തുഞ്ചത്ത് തിരൂര് തീരുമാനിച്ച സമയത്ത് അത് ഉണ്ടാക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം എന്താ ഇപ്പോൾ അവിടെ നടന്നത്? അതിനെ കൊണ്ടുവന്ന് കവർ ചെയ്ത് ചാക്കിട്ട് വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ലീഗിൻ്റെ എതിർപ്പ് കാരണം എഴുത്താണിയും മഷിക്കുപ്പിയുമാക്കി ആ പ്രതിമയെ മാറ്റി. ഇത് മതേതര നിലപാടല്ല. OV വിജയൻ, കേരളത്തിലെ ഏറ്റവും ലോകത്തെ പ്രശസ്തരായ ഒരു സാഹിത്യകാരൻ, മലയാളി, അദ്ദേഹത്തിൻ്റെ പ്രതിമ കടക്കലിൽ വയ്ക്കണമെന്ന് തീരുമാനിച്ചു. ലീഗ് എതിർത്തു. എന്തിൻ്റെ പേരില്ല? മതേതരത്വത്തിൻ്റെ പേരില്ല. അവിടെ സ്ഥാപിച്ച ആ പ്രതിമയുടെ മൂക്ക് വെട്ടി അവരെ സഹായിച്ചു. നിങ്ങൾക്ക് ഈ പ്രതിമയുടെ രാഷ്ട്രീയമാണോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം? പട്ടിണിയാണ്, അല്ലെങ്കിൽ വരൾച്ചയാണ്, അല്ലെങ്കിൽ മറ്റ് ശുദ്ധജലത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊതു സ്വഭാവത്തിന്റെ കൂടെ കേരളത്തെ കാണുകയോ അല്ലെങ്കിൽ മറിച്ചൊരു രീതിയിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്നതല്ലേ? നിങ്ങൾക്ക് ബീഫിന്റെ കാര്യത്തിൽ പോലും തിരിച്ചൊരു കാര്യം പറയേണ്ടി വന്നത്. ഞാൻ അതാണ് ചോദിക്കുന്നത്. CPM ഈ ബീഫേ ഉള്ളോ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? റേഷൻ കിട്ടുന്നില്ല, പീഡനം നടക്കുന്നുണ്ട്, കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, വലിയ പോലീസ് മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ലല്ലോ ചർച്ച ചെയ്ത, ബീഫാണല്ലോ. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് ജനങ്ങളും കേട്ടില്ല. ഞാൻ തിരിച്ചു വരാം, എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ ഗഫൂറിലേക്ക് ഇതിന്റെ ഒരു മറുപടി കേടേണ്ടതുണ്ട്. ഇടവേള ഗഫൂർ പറയില്ല, എനിക്കറിയാം. PDP ഡോക്ടർ ഫസൽ ഗഫൂർ മറുപടി. അതായത് പത്മകുമാർ എവിടെ നിന്നാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ വെക്കുന്നതിന് ഏത് മുസ്ലിം നേതാവാണ് എതിർത്തിട്ടുള്ളത്? അല്ലെങ്കിൽ OV വിജയന്റെ എന്തെങ്കിലും വെക്കുന്നതിന് ആരും എതിർത്തിട്ടുമില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരുടെ നേതാക്കന്മാരുടെ പ്രതിമകൾ വെക്കാറില്ലാതെ മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു പ്രമേയം കൊണ്ടുവരും, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുനിസിപ്പാലിറ്റി ലീഗ് ഭരിക്കുന്നു, അവിടെ പ്രതിമ ഉണ്ടാക്കി ഇപ്പോൾ ചാക്കി കെട്ടി വെച്ചിരുന്നത് താങ്കൾ വരാക്കിൽ ഞാൻ കാണിച്ചു തരാം. അത് മതവിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞു. മതേതര രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാര് മറ്റു സമുദായങ്ങളിൽപ്പെട്ട പ്രതിമ നിൽക്ക് ശരിയല്ല. പ്രതിമ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ആളുടെ പ്രതിമ ഇത് വേണമെന്നില്ല. അത് ചിലപ്പോൾ അതിന് സിംബോളിക് ആയിട്ടുള്ളത് കാണിക്കാം. ഏതായാലും വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പത്മകുമാർ സംസാരിക്കരുത്. മുസ്ലിം സമുദായം നിങ്ങൾ ഇന്ത്യയിൽ നിറയെ പ്രതിമകൾ, ഇതിൽ നിറയെ പ്രതിമകൾ. അല്ല, അബ്ദുൽ കലാം നാട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഫസൽ ഗഫൂറെ, ഈ പ്രതിമയുടെ ഞാൻ പറഞ്ഞില്ലല്ലോ. രാഷ്ട്രപിതാവിന്റെ പ്രതിമ വെക്കാതെ രാഷ്ട്രപിതാവിന്റെ കൊലയാളി നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമ പണിയുന്ന ആളുകളായി പറയണ്ട. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കാതെ നാഥുറാം വിനായക് ഗോഡ്സെക്ക് പ്രതിമയും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ചോദ്യം, ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രതിമയുടെ കാര്യത്തിൽ മാത്രമായി ഈ ചർച്ച ഒതുങ്ങിപ്പോകരുത്. എന്റെ ഒരു ചോദ്യം ഇതാണ്. BJP ഇത്തരത്തിൽ പ്രതിമയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വികാരത്തിന്റെ പേരിൽ മലപ്പുറത്തെ ജനങ്ങളോട് സംസാരിച്ചതാണോ BJPക്ക് ഈ തിരിച്ചടി കിട്ടിയതിന് കാരണം? അവിടെ ജനങ്ങൾ ഏത് രീതിയിലാണ് BJPയുടെ ഇത്തവണത്തെ അവരുടെ സമ്മതിദായകരോടുള്ള അവരുടെ വാഗ്ദാനങ്ങളെ കണ്ടത്? ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പത്മകുമാറുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ തന്നെ 3 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ആ മുസ്ലിം ഹിന്ദു സമുദായത്തിൽ നിന്ന് വെറും 65,000 വോട്ടാണ് ഇവർക്ക് കിട്ടിയത്. അതിന്റെ അർത്ഥം 20% ഹിന്ദുക്കൾ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ധ്രുവീകരണ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നുള്ളൂ. അതേസമയം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് 2 ലക്ഷം വോട്ടെങ്കിലും LDFന് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് 5 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷത്തിലധികം ഉപയോഗിക്കാൻ പറ്റിയ സാധനം മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചേർന്ന് നോട്ട് ചെയ്യുന്നത്. ഈ രണ്ടുപേരും കൂടി വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് പങ്കിട്ടെടുത്തു. അത് സെക്കുലർ ആയിട്ടുള്ള ഹിന്ദുക്കൾ ആക്ഷേപിക്കേണ്ടത് തന്നെയാണ് പത്മകുമാർ. പരിമിതി ഉണ്ടല്ലോ മലപ്പുറത്ത്. വിശ്വസിക്കുന്നവർ സെക്കുലർ ആവാതിരിക്കുന്ന
അല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ശരി, ഇതില് വളരെ വ്യക്തമായിട്ടുള്ള മാത്രം സംഭവമുണ്ട്. ഒരു പാർട്ടിയല്ലല്ലോ. മുസ്ലിം ലീഗ് അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ധ്രുവീകരണ പൊളിറ്റിക്സ് അവിടെ വിജയിച്ചിട്ടില്ല. പിന്നെ വിജയിച്ചിട്ടില്ല. കൂടി വന്നാൽ 90 കോടി ഹിന്ദുക്കളുണ്ട്. ഈ 90 കോടി ഈ പ്രതിമയുടെ രാഷ്ട്രീയത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. പ്രതിമയല്ല രാഷ്ട്രീയം, പ്രതിമയുടെ വർഗീയ നിലപാടിനെ കുറിച്ച് പറഞ്ഞ പ്രതിമയല്ല. പ്രതിമ ഉണ്ടാക്കണമെന്നല്ല. എന്തായാലും മതേതരത്വം പത്മകുമാർ നേരത്തെ താങ്കൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത, ജനങ്ങളോട് സംസാരിച്ച് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു പരിമിതിയാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അത് അവിടെ ഒരു പ്രത്യേക വിഭാഗമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അതാണുള്ളത്. നിങ്ങൾ ആ രീതിയിലാണ് ജനങ്ങളെ കാണുന്നത്. ശ്രീ ഉണ്ണിത്താൻ, ഇപ്പോ ഈ കാര്യത്തിൽ BJP ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് അതിന്റെ ഗുണമുണ്ടായില്ല. അതേസമയം മുസ്ലിം ലീഗിന് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ മറ്റൊരു പോളറൈസേഷൻ അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ആ നിലയ്ക്ക് ഈ കണക്കുകൾ ആ വഴിക്ക് തന്നെ അല്ലേ പറയുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ വിജയിച്ച ആളുകളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും പരാജയപ്പെട്ടവർ പരാജയത്തിൻ്റെ കാരണങ്ങൾ സമഗ്രമായി പഠിച്ച് വിലയിരുത്തി അത് പൊതുജനങ്ങളോട് സമ്മതിച്ച് ആ പരാജയ കാരണങ്ങൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന് പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരെ അംഗീകരിക്കത്തില്ല, തോറ്റവൻ ജയിച്ചവനെ എങ്ങനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്താമെന്നുള്ളതിൻ്റെ ഗവേഷണം നടത്തി അത്തരം വാദമുഖങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പറയാം. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള വ്യത്യാസം, 2014 സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഒരുപോലെ കാണരുത്. ഫസലിനറിയാം, 18 വർഷം MLA ആയിരുന്ന കേരളത്തിലെ പിന്നെ വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ് ശ്രീ അഹമ്മദ്. മാത്രമല്ല അദ്ദേഹം 22 വർഷം പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അതിൽ 20 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. ഏതൊക്കെ വകുപ്പാണ്? വിദേശകാര്യ വകുപ്പ്, റെയിൽവേ വകുപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്. മാറിയും തിരിഞ്ഞും 20 വർഷക്കാലം മന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ പോയി നിരവധി തവണ പ്രസംഗിച്ചിട്ടുണ്ട്. മാത്രമല്ല സൗദി രാജാവ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഹജ്ജിന് ക്ഷണിക്കപ്പെടുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശ്രീ ഇ അഹമ്മദ്. ഖബ എന്ന് പറയുന്ന ആ വൃത്തിയാക്കൽ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട ലോകത്തിലെ അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ അഹമ്മദ്. പറഞ്ഞോട്ടെ, അതൊക്കെ അഹമ്മദിന് കിട്ടിയ ഭൂരിപക്ഷത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അന്ന് നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ 3 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്. BJPയുടെ അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഏതാ? ഉത്തർപ്രദേശ്. അവിടെ എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ അപ്രാപ്യമല്ല. ഞങ്ങൾ മുസ്ലിങ്ങൾ വോട്ട് വാങ്ങിച്ചു, മണിപ്പൂരിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ വോട്ട് വാങ്ങിച്ചു, ഗോവയിൽ വാങ്ങിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതുകൊണ്ട് കേരളത്തിലും ഒരു അട്ടിമറി നടക്കും. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് അപ്രാപ്യമല്ലാത്തത് കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. എന്താ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്? ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം പാണന്മാർ പാടുന്ന പോലെ പാടി നടക്കുന്നവരല്ലേ ഈ BJPയുടെ നേതാക്കന്മാർ? പുത്തൂരം വീട്ടിലെ അവതാരങ്ങൾ വാഴ്ത്തുന്ന പോലെ ആ നരേന്ദ്രമോദിയുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട്? 1,15,000 വോട്ട് ചേർത്തു. 83,000 പുതിയ വോട്ട് പോൾ ചെയ്തു. 83,000 വോട്ട് പോൾ ചെയ്തപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, കേരളത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്ന പാർട്ടി, അടുത്ത തെരഞ്ഞെടുപ്പിൽ 11 പാർലമെൻറ്റ് പിടിച്ചെടുക്കാൻ നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് 1000 താഴെ വോട്ടാണ് കൂടിയത്. അതേസമയം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ 9,000-ഓളം വോട്ട് കുറഞ്ഞു. അതവിടെ പഠിക്കേണ്ടത്. 2, നമ്മൾ പറയാം, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പ്രത്യയശാസ്ത്രം മുമ്പിൽ വെച്ചാണോ മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ? എല്ലാ വാർഡുകളിലും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പോയി ജനങ്ങളെ കണ്ടു, ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇവിടെ എവിടെയെങ്കിലും ഒരു മന്ത്രി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്? ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുക BJPയുടെ പേര് പറഞ്ഞ്, എന്നിട്ട് കോൺഗ്രസ് വളരെ മിതമായ ഒരു സമീപനം സ്വീകരിക്കാൻ നിയമസഭയിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പല്ലല്ലോ സംസ്ഥാന ഗവൺമെന്റ് നേട്ടങ്ങൾ പറയാൻ. എന്തായാലും 2014 തന്നെയാണ് വിശകലനം നെയ്യാറ്റിക്കര തെരഞ്ഞെടുപ്പിലും അരുവിക്കര തെരഞ്ഞെടുപ്പിലും ഈ മന്ത്രിമാർ, കേരളത്തിലെ മന്ത്രിമാർ ചെന്ന് അവിടെ ചെന്ന് രാമായണം വായിച്ചു കൊടുക്കുകയും ഖുർആൻ വായിച്ചു കൊടുക്കുകയും അല്ലല്ലോ ചെയ്തത്. എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ മന്ത്രിമാരെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മന്ത്രിമാരെല്ലാം രാമായണം വായിച്ച സകല സ്ഥലത്തും ഞങ്ങൾ ജയിച്ചു.
അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അധികാര ദുർവിനിയോഗം തന്നെ നടത്തിയിട്ടുള്ളത്. പിന്നെ മറ്റാരെങ്കിലും ചെയ്യുമ്പോ ഇത് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പുണ്യാളന്മാരാണെന്നുള്ള രീതി ഒന്നും വേണ്ട. എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ മന്ത്രിമാര് പോയി ബൈ ഇലക്ഷനിൽ രാമായണം വായിച്ച മുഴുവൻ സ്ഥലത്തും UDF ജയിച്ചു. രാമായണം വായിക്കാൻ പോയില്ല. അല്ല വായിച്ചത് നിങ്ങൾ കാശ് കൊടുക്കുകയും ഈ കാര്യത്തിൽ അങ്ങ് ഈ കൃത്യമായി കണക്കുകൾ വെച്ചുള്ള വിശകലനത്തിലേക്കാണല്ലോ പോകാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ 2014 ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ 1,03,000-ഓളം വോട്ടുകൾ ഇപ്പോൾ കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്നതിന് അവർ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വോട്ടുകൾ 1,03,000-ൽ കുറവ് വോട്ടുകൾ അന്ന് അവർക്ക് കിട്ടിയത്. ഇപ്പോൾ 1,03,000 കിട്ടുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ 10 മാസത്തെ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിപത്തിയാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശദീകരണം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എത്ര നിങ്ങൾ മനസ്സിലാക്കുക? 1,18,000 വോട്ടാണ്. ആ 1,18,000 വോട്ടിൽ നിന്ന് ഇത്തവണ 29,000 വോട്ട് കുറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഭരണപരിഷ്കാരങ്ങളുടെ 2016 കാര്യമല്ല, 2014 കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാജ്യത്ത് ഒരു തരംഗമുണ്ടായെന്ന് BJP പറയുന്ന ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ 1,94,000 വോട്ട് നേടിയ ഇ അഹമ്മദിന്റെ വോട്ടിന് എതിരാളിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 1,03,000 വോട്ടാണ് ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ 1957 മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ കിട്ടിയ വോട്ട് ഇപ്പോൾ കിട്ടുന്നു പരിശോധിക്കേണ്ടി വരും. ഓരോ അങ്ങനല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ പരാജയപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 2014 അതിലൊരു ഒഴിവ് വന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ആ വോട്ടിൽ എത്ര വോട്ടുകൾ കിട്ടി എന്നുള്ളതല്ലേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? അതല്ല ചർച്ച ചെയ്യേണ്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ രാഷ്ട്രീയമാണെങ്കിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണെന്ന് എന്തിനാ പറയാൻ പോയെ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഈ ഗവൺമെന്റിനെ വിലയിരുത്തി തെരഞ്ഞെടുപ്പാണെന്ന്? നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അങ്ങനെയല്ല, ഇത് ലോക്സഭയിലേക്കുള്ളതാണ്, നിങ്ങൾ അങ്ങനെ നോക്കണ്ടെന്ന് പറയണമായിരുന്നു. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതാണല്ലോ പറഞ്ഞത് ഉമ്മൻചാണ്ടിയൊക്കെ. ലാല് പറഞ്ഞ ശരിയാണ്. കോടിയേരി ബാലകൃഷ്ണൻ വിവരമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, കോടിയേരിയെ പഠിപ്പിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുകയല്ല, കണക്കുകൾ വെച്ച് പറയുക. 2014 കണക്ക് വെച്ച് ഇപ്പോൾ വിശകലനം ചെയ്താൽ അങ്ങക്ക് ബുദ്ധിമുട്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇതിനകത്ത് റഹീമും വേണ്ട, റിയാസും വേണ്ട. നിങ്ങളുടെ ഈ ആങ്കറുടെ സ്ഥാനം മാറ്റി വെച്ചിട്ട് അവിടെ വന്നിരുന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം. ആങ്കറുടെ സ്ഥാനത്തിൽ നിങ്ങളുടെ ഭാഗത്തിന് വേണ്ടി ഗോൾ അടിക്കരുത്, അത് മര്യാദകേടാ. നിങ്ങൾക്ക് ഞാനുമായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ആങ്കറുടെ പദവി അഴിച്ചു വെച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാ. പണ്ട് നികേഷ് ഇതുപോലെ പറഞ്ഞു. അദ്ദേഹം പിന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന കണ്ട് നാളെ ഇനി ലാലും അതൊരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കാനുള്ള ആളാ എനിക്കറിയാം. അതുകൊണ്ട് ആങ്കറുടെ വേഷം അഴിച്ചു വെച്ച് ഇവിടെ വന്നാൽ എന്തായാലും ഉണ്ണിത്താൻ നാളെയും കൈപ്പത്തിക്ക് തന്നെ മത്സരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ കൈപ്പത്തിയിലാണ്. ശ്രീ ജയർ പത്മകുമാർ, പെട്ടെന്ന് എനിക്ക് ശ്രീ ഫസൽ ഗഫൂറിൽ നിന്ന് കൂടി അങ്ങ് പറയുന്ന ഈ കാര്യത്തിനുള്ള ഒരു ഉത്തരം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ, ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടുന്ന കാര്യത്തിൽ BJP പരാജയപ്പെട്ടു, അവരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ഈ വാദങ്ങൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. CPM തന്നെ 2 പാബ്ലറ്റ് അവിടെ ഇറക്കിയിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങളിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതിനെതിരെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ അവർ മറ്റ് 2 മുന്നണികളും മത്സരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ ഒരു ഭീതി വരുത്തി BJP എന്തോ ഭീകര സംഘടനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ അവർ വിജയിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റം ഓരോ സംസ്ഥാനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലും ആ മാറ്റം ഉണ്ടാവും. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, ജയർ പത്മകുമാർ അങ്ങ് പറയുന്നതിനിടയിൽ ഇടപെടില്ല എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക. ഈ കാര്യത്തിൽ BJP ഇപ്പോൾ പറയുന്ന ഈ ഉത്തരത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അവർക്ക് എന്താണ് പറ്റുന്ന പാളിച്ചയുടെ കാരണം? ആദ്യം തന്നെ പത്മകുമാർ, BJP ആദ്യം ഭയങ്കരമായ പ്രചരണം അയച്ചുവിട്ട് നമ്മളെല്ലാവരും വിശ്വസിച്ചു മുസ്ലിം നിയോജകമണ്ഡലങ്ങളിൽ വരെ ഉത്തർപ്രദേശിൽ അവർ ജയിച്ചു. അത് തെറ്റാണ്. ഭൂരിപക്ഷമുള്ള 6 മുസ്ലിം നിയോജകമണ്ഡലം UP-യിലുള്ള 6 നിയോജകമണ്ഡലം ജയിച്ചത് SP BSP ആണ്.
അതിൽ ബാക്കിയുള്ള 30ഓളം നിയോജകമണ്ഡലം വലിയതുള്ള അവിടെ എല്ലായിടത്തും SPBSP തന്നെ ജയിച്ചാൽ മുസ്ലിം വോട്ട് BJP ഒരു കാലത്തും പോയിട്ടില്ല, ഇങ്ങോട്ട് പോകാനുമില്ല. മറിച്ച് പത്മകുമാർ മൂന്നര ലക്ഷം വോട്ട് ഏറ്റവും ചുരുങ്ങിയ 3.5 ലക്ഷം വോട്ടുള്ള ഹിന്ദു വോട്ടുള്ള ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങളുടെ വോട്ട് എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു? കാരണം പ്രബുദ്ധരായിട്ടുള്ള സെക്കുലറായിട്ടുള്ള കേരളത്തിലെ ജനവിഭാഗങ്ങൾ അവർ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയണേ, ഹിന്ദു സമുദായമാണ് കേരളത്തിൽ ഏറ്റവും സെക്കുലറായിട്ടുള്ളത്. ആ ഹിന്ദു സമുദായം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ധ്രുവീകരണ പൊളിറ്റിക്സിനെ നിരാകരിച്ചു എന്നുള്ളതാണ്. 65,000 പാർട്ടിയല്ലല്ലോ പത്മകുമാർ, നമുക്ക് നമ്മുടെ മനസാക്ഷിയോടെങ്കിലും ഉത്തരം പറയണ്ടേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു ആണെന്ന് അതാണ് ഞാനും ആദ്യം ചോദിച്ചത്. ഇപ്പൊ ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയത് അങ്ങ് പറയുന്നത് നിങ്ങളുടെ മലപ്പുറത്ത് ഒരു പരിമിതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരിമിതിയല്ല ഞങ്ങളുടെ പരിധിയല്ല, ഞങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ അവിടെ ജനങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ജനങ്ങൾ കേൾക്കുന്നില്ല? അതുകൊണ്ടാണല്ലോ ലാലെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 2014 വോട്ടിൽ നിന്ന് പുറകോട്ട് പോകാത്തത്. എവിടെ നിങ്ങൾ ആ ശതമാനക്കണക്ക് നോക്കൂ. വോട്ടുകൾ ഇത്രയും കൂടി, അവിടെ പോളിംഗ് ശതമാനം ഇത്രയും കൂടി, പുറകോട്ടാണ് വന്നിരിക്കുന്നത്. 7.58 ഉണ്ടായിരുന്നിടത്ത് 7.0. ഓരോ തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിയുമ്പോൾ മുന്നണി മാറുന്നത് എന്തുകൊണ്ടാ കേരളത്തില്? അപ്പൊ ആളുകള് മറ്റു മുന്നണികളുടെ പരാജയം എന്താണെന്ന് നിങ്ങൾ പഠിക്കുന്നില്ല. അതിന്റെ കാരണം മാത്രം വരുമ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ഓരോ 5 വർഷം കൂടുമ്പോഴും LDF-ന്റെ UDF-ന്റെ വോട്ട് കുറയുന്നത് എന്താ? ശരി, ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്ന സമയം ആവുകയാണ്. ഏറ്റവും അവസാനം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളത് ഒരു വലിയ പ്രചരണമായി നിങ്ങൾ പരാതിയായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആ ഒരു ട്രെൻഡ് കേരളത്തിൽ ആവർത്തിക്കില്ല എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ സാധിക്കുമോ? കാരണം ഇതിപ്പോ മുസ്ലിം ലീഗിന്റെ മാത്രം വിജയമാണ് മലപ്പുറത്തുണ്ടായത് എന്ന അർത്ഥത്തിൽ മുൻപ് UDF-ൽ ഉണ്ടായിരുന്ന, ഇനി UDF-ലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന KM മാണിയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ NDA ആണ്. ഇപ്പോൾ മലപ്പുറത്തും NDA മത്സരിച്ചത്. BJP ജീവിതത്തിൽ ഇന്നുവരെ ഒരു പാർലമെൻറ്റിലും ജയിച്ചിട്ടില്ല, അസംബ്ലിയിലും ജയിച്ചിട്ടില്ല. മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് കെട്ടിവെച്ച കാശ് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ പ്രാവശ്യം അവർക്കൊരു MLA ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ MLA സംഭാവന ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ SDP-യുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ BDJS? അത് BJP-ക്ക് അവകാശപ്പെട്ടതല്ല, BDJS-ൻ്റെ വോട്ടാണ്. BDJS ആണ് അവിടെ ജയിച്ചത്, BJP അല്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെ രാജഗോപാല MLA. അതൊക്കെ വളരെ ബാലിശമായ അഭിപ്രായമാണ്. ഇവിടെ വർഗീയ ധ്രുവീകരണം നടന്നെങ്കിൽ BJP-യുടെ വോട്ട് വർദ്ധിക്കണം. ആ വർഗീയ ധ്രുവീകരണം നടന്നെങ്കിൽ പിന്നെ UDF-ന്റെ വോട്ടും വർദ്ധിക്കണം. ഇല്ല, സംശയം ചോദിക്കുകയാണ്. അങ്ങക്ക് ഇത് അറിയാവുന്നത് കൊണ്ട് ഈ BJP-യുടെ വോട്ട് വർദ്ധിച്ചാൽ മാത്രമേ ധ്രുവീകരണം നടന്നു എന്ന് പറയാൻ പറ്റൂ. അവർ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉയർത്തി. പക്ഷേ അത് ഒരു ആരോ പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ അപ്പുറത്താണ്. അത് നിങ്ങളുടെ BJP-യുടെ തന്നെ ആളുകൾ പറഞ്ഞതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന്. അവർ പറഞ്ഞു, പക്ഷെ കിട്ടിയത് മുഴുവൻ അപ്പുറത്തെ ധ്രുവീകരണമായിരുന്നു. അതുകൊണ്ട് അവിടെ വോട്ട് കൂടി, ഇപ്പുറത്ത് കൂടിയതുമില്ല. അങ്ങനെ ആയിക്കൂടെ? ലാലെ, നമ്മളൊരു ഇലക്ഷനെ കുറിച്ച് അവലോകനം നടത്തുമ്പോൾ ബാലിശമായ കാര്യങ്ങൾ പറയരുത്. നമുക്കിവിടെ പറയാം, ഒരു വർഗീയ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വർഗീയത ധ്രുവീകരിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷ വർഗീയത മറുഭാഗത്ത് ധ്രുവീകരിക്കപ്പെടണം. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു 2014 കിട്ടിയ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം പിന്നെന്താ വർഗീയ? ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. 83,000 പുതിയ വോട്ടർമാർ വന്നു. 24,000 വോട്ട് കഴിഞ്ഞ തവണ നോട്ടയ്ക്കുണ്ടായിരുന്നു. ആ നോട്ടയുടെ വോട്ട് ഇത്തവണ 4,000 കുറഞ്ഞു. ആ വോട്ടൊക്കെ പോൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, കാന്തപുരം അവർ മുസ്ലിം യാഥാസ്ഥിക മുസ്ലിങ്ങളാണ്. അവർ കഴിഞ്ഞ തവണ ഒരു സ്ത്രീയെ മത്സരിപ്പിച്ച വഴി അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടായി, നമുക്കറിയാം. അപ്പോൾ ആ വോട്ടൊക്കെ എങ്ങോട്ട് പോയെന്ന് ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തവണ അവിടെ നടന്ന വോട്ടെടുപ്പ് രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പാണെങ്കിൽ ഈ രീതിയിലാണോ ആ ഫലം ഉണ്ടാകേണ്ടത്? ഓരോ പാർട്ടികളും എന്ത് സന്ദേശമാണ് ഈ ഫലത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? അടുത്ത മണിക്കൂറിലെ ചർച്ചയും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഉണ്ണിത്താൻ, ശ്രീ റിയാസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ JR പത്മകുമാർ എന്നിവർക്ക് നന്ദി.